സ്റ്റുഡൻറ്റ്, ഇത് നമ്മളുടെ 18ാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ 18ാമത്തെ വീഡിയോ. അപ്പോൾ 17ാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് റിലേറ്റഡ് ആംഗിൾസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം നോക്കാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ആ പ്രോബ്ലം നോക്കുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോബ്ലമാണ്. എക്സാമിന് ചോദിച്ചൊരു പ്രോബ്ലം കൂടിയാണ്. പ്രോബ്ലം ഇതാണ്: cos 90 plus a into sec 360 plus a into tan 180 minus a by sec a minus 270 into sin 540 plus a into cot a minus 90 equal to 1. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സീക്ക് എ മൈനസ് 270 നമ്മൾ പൊതുവെ ചെയ്യാറ് സീക്ക് 270 മൈനസ് എ ആണ്. പക്ഷേ നമുക്ക് തിരിച്ചാണ് തന്നിട്ടുള്ളത് എ മൈനസ് 270 ആണ് തന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ കോട്ട് എ മൈനസ് 90 എന്നാണുള്ളത്. നമ്മൾ ചെയ്യാറ് പൊതുവെ 90 മൈനസ് എ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് വരിക നോക്കാം. അതിനു മുമ്പ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ്? കോസ് 90 പ്ലസ് എ, അതേപോലെ സീക്ക് 90 പ്ലസ് എ, ടാൻ 180 മൈനസ് എ, സീക്ക് എ മൈനസ് 270, സൈൻ 540 പ്ലസ് എ, കോട്ട് എ മൈനസ് 90. ഓരോന്നും എന്താണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം എഴുതുക. അപ്പോൾ ആൻസറിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ഓരോന്നായി കണ്ടുപിടിക്കുകയാണ്. ആദ്യം ഞാൻ കണ്ടുപിടിക്കുന്നത് കോസ് 90 പ്ലസ് എ, അതായത് നമ്മൾ കോസ് 90 പ്ലസ് തീറ്റ. അപ്പോൾ ഇത് നമ്മൾ ടേബിൾ നോക്കിയിട്ടാണ് ഇതുവരെ ചെയ്തിട്ടുണ്ടായത്. ഇനി നമ്മൾ ടേബിൾ നോക്കി ചെയ്യേണ്ട, കാരണം നമുക്ക് അത്രയും വാല്യൂസ് ബൈ ഹാർട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഓർത്ത് വെക്കാനോ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്ന് റീകളക്ട് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ അത് കോസ് ആണോ, സൈൻ ആണോ, സൈൻ തീറ്റ ആണോ, കോസ് തീറ്റ ആണോ, പ്ലസ് കോസ് തീറ്റ ആണോ, മൈനസ് കോസ് തീറ്റ ആണോ, പ്ലസ് സൈൻ തീറ്റ ആണോ, മൈനസ് സൈൻ തീറ്റ ആണോ എന്നുള്ള കാര്യം ഓർത്തിട്ട് ആ രീതിയിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കോസ് 90 പ്ലസ് എ. അപ്പോൾ ഇവിടെ കോസ് 1 ഇൻറ്റു 90 പ്ലസ് എ. അപ്പോൾ 1 എന്ന് വെച്ചെങ്കിൽ ഒരു ഓഡ് നമ്പറാണ്. സോ ഓഡ് നമ്പർ ആകുന്ന സമയത്ത് കോസ് എന്ന് പറയുന്നത് ഒന്നിക്കൽ സൈൻ തീറ്റ ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ. അപ്പോൾ 90 പ്ലസ് എ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ കോസ് 90 പ്ലസ് എ ഒന്നിക്കൽ അത് മൈനസ് സൈന് അല്ലെങ്കിൽ പ്ലസ് സൈന്. അപ്പോൾ കോസ് 90 പ്ലസ് എ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ? അപ്പോൾ കോസ് 90 പ്ലസ് എ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് സൈൻ എ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അത് മൈനസ് സൈൻ എ എന്ന് എഴുതാം. ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സീക്ക് 360 പ്ലസ് എ. ഇപ്പോൾ 360 ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നമ്മൾ ആ 360 ഒഴിവാക്കുക, കാരണം അതൊരു കംപ്ലീറ്റ് റൊട്ടേഷനാണ്. അപ്പോൾ ആംഗിൾ തീറ്റ തന്നെയായിരിക്കും അതിൻ്റെ വാല്യൂ. അപ്പോൾ സീക്ക് 360 പ്ലസ് എ എന്ന് പറയുന്നത് സീക്ക് എക്ക് തന്നെ ഈക്വൽ ആയിരിക്കും, അല്ലേ? ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്താണ് സീക്ക് എന്ന് എഴുതുക? 1 ബൈ കോസ് 360 പ്ലസ് എ. സോ കോസ് 360 പ്ലസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. സോ 1 ബൈ കോസ് എ എന്ന് വരും. 1 ബൈ കോസ് എ എന്ന് പറയുന്നത് സീക്ക് ആണ്. അപ്പോൾ നമുക്കത് സീക്ക് 360 പ്ലസ് എ എന്ന് പറയുന്നത് സീക്ക് എന്ന് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ടാൻ 180 മൈനസ് എ. ടാൻ 180 മൈനസ് എ അല്ലെങ്കിൽ ടാൻ 180 മൈനസ് തീറ്റ. ഓക്കെ. എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻ 180 മൈനസ് എ. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 90 മൈനസ് എ ആണ്. സോ 2 ആണ്, ഈവൻ ആണ്, അല്ലേ? ഈവൻ ആകുന്ന സമയത്ത് നമുക്ക് ടാന് പോസിബിലിറ്റി പ്ലസ് ഓർ മൈനസ് ടാൻ ആണ്. ഓഡാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് കോട്ടും, ഈവൻ ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് ടാൻ ആണ്. ഇനി 180 മൈനസ് എ. 180 മൈനസ് എ എന്ന് പറയുന്നത് അതെവിടെ ഉണ്ടാവും? സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും ഉണ്ടാവും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ എന്താണ്? ടാൻ നെഗറ്റീവാണ്. സോ ഇറ്റ് ഈസ് മൈനസ് ടാൻ എ. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിന് ആവശ്യമായ എല്ലാ പൊടിക്കൈകളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ പറയുന്ന എല്ലാ കൂട്ടും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഡിനോമിനേറ്ററിന് വേണ്ട കൂട്ടുകൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം വേണ്ടത് സീക്ക് എ മൈനസ് 720. സീക്ക് എ മൈനസ് 720. ഈ 720 എന്ന് വെച്ചെങ്കിൽ 360 പ്ലസ് 360 ആണ്. കാര്യം ഓർമ്മ വേണം.
720 നമുക്ക് കണ്ടാൽ അപ്പോൾ 360 + 360 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് 720 - a ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ, നമ്മൾ ചെയ്തിട്ടുണ്ട്. a - 720 ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, a - 720നെ 720 - a ആക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതിനെ sec minus of 720 മൈനസ് എന്ന് എഴുതാമല്ലോ. ആക്ച്വലി ഈ സാധനം എന്ന് പറയുന്നത് -720 - a എന്ന് പറയുന്നത് -720 + a, അതായത് a - 720 ഈക്വൽ ആണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ എഴുതാം. ഇനി എന്താണ് സീക്ക് തീറ്റ എന്ന് വെച്ചെങ്കിൽ, സീക്ക് തീറ്റ എന്ന് വെച്ചെങ്കിൽ 1/cos θ ആണ്. അപ്പോൾ ഇതിന് എനിക്ക് വേണമെങ്കിൽ 1/cos - 720 - a എന്ന് എഴുതാം. ഇനി 1/cos - θ എന്ന് വെച്ചാൽ എന്താ, 1/cos - θ. cos - θ എന്ന് വെച്ചെങ്കിൽ cos θ തന്നെയാണ് അല്ലേ. cos - θ = cos θ. അപ്പോൾ നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട് അല്ലേ. കാരണം ഈവൻ ഫംഗ്ഷൻ എന്ന് വെച്ചെങ്കിൽ f(x) നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. f(x) = f (-x) ആണെങ്കിൽ നമ്മൾ അതിനെ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ കോസ് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് cos - θ ഈക്വൽ ആയിരിക്കും. അതേപോലെ നമുക്ക് പറയാൻ പറ്റും f ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ f(x) എന്ന് പറയുന്നത് -f(-x) ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ സൈൻ തീറ്റയുടെ കേസ് എടുത്താൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, -sin - θ ആണ് അല്ലേ. അതായത് ഇപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെയല്ല പഠിച്ചത്, നമ്മൾ പഠിച്ചത് sin - θ = -sin θ ആണ്. അപ്പോൾ sin θ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനും cos θ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനുമാണ്. നിങ്ങളത് ഹയർ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ, ഹയർ ക്ലാസ് മീൻസ് നിങ്ങൾ BTech അതിനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് cos θ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. സോ sec 720 - a നമുക്ക് വേണമെങ്കിൽ sec 720 - a എന്ന് എഴുതാൻ പറ്റും. കാരണം cos - 720 - a എന്ന് പറയുന്നത് cos 720 - a തുല്യമാണ്. അപ്പോൾ ഈ നെഗറ്റീവ് അവിടെ കോസിൻ്റെ കാര്യത്തിൽ ബാധിക്കില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടും, cos 720 - a എന്ന് കിട്ടും. അപ്പോൾ 1/cos 720 - a എന്ന് പറയുന്നത് sec 720 - a തന്നെയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, sec 720 - a. ഓക്കെ, 720നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ sec 360 + 360 - a. 360 ഉണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പോൾ ബാക്കി എന്താ ഉള്ളത് അത് എഴുതാം, sec - a. ഇത് 1/cos - a ആണ്. cos - a എന്താണ്, cos - a എന്ന് പറയുന്നത് cos a തന്നെയാണ്. സോ 1/cos a എന്ന് പറയുന്നത് sec a തന്നെയാണ്. അപ്പോൾ ഇത്രയും വലിയ കാര്യം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് sec a എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി sec a കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കേണ്ടത് sin 540 + a ആണ്. സോ sin 540 + a നോക്കാം. sin 540നെ നമുക്ക് എങ്ങനെ എഴുതാം, sin എന്തായാലും 360നേക്കാളും കൂടുതലാണ്. സോ 360 പ്ലസ് ബാക്കി എന്തുണ്ട്, ബാക്കി 180. 360 + 180 ആണ് 540. സോ 360 + 180 + a. അപ്പോൾ ഇതിന് നമുക്ക് അവിടുന്ന് 360 വെട്ടിക്കളയാം, ഇത് നമ്മൾ ബാധിക്കൂല. സോ sin 180 + a. ഇവിടെ നോക്കുക, ഇവിടെ 180 എന്ന് പറയുന്നത് 2 × 19 ആണ്. അപ്പോൾ 2 × 19 ആകുന്ന സമയത്ത് അവിടെ n എന്ന് പറയുന്നത് ഈവൻ ആകുന്ന സമയത്ത് രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. അത് ഒന്നിക്കിൽ +sin θ അല്ലെങ്കിൽ sin θ ഓർ -sin θ. പിന്നെ പ്ലസ് ആണോ മൈനസ് ആണോ തീരുമാനിക്കുന്നത് അത് ഏത് ക്വാഡ്രൻറ്റിൽ നിന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ 180 + a എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻ്റ് ആണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ആരാ പോസിറ്റീവ്, ടാൻ മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ സൈനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് -sin a കിട്ടും. അതായത് sin 540 + a എന്ന് പറയുന്നത് -sin a. ഇനി ബാക്കിയുള്ളത് ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ബാക്കി വെച്ചിട്ടുള്ളത് cot a - 90 ആണ്. a - 90 ആണ്. അതിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം,
കോട്ട് നമ്മൾ A-90 അല്ല ചെയ്യാറ്, 90 - A ആണ് ചെയ്യാറ്. സോ കോട്ട് മൈനസ് ഓഫ് 90 - A എന്ന് എഴുതുന്നു. രണ്ടും ഈക്വൽ ആണ് അല്ലേ. ഈ മൈനസിനെ അകത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് ഇത് തന്നെയായിരിക്കും കിട്ടുക. സോ ഈക്വൽ ടു കോട്ട് -90 - A. കോട്ട് എന്ന് വെച്ചാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. സോ കോട്ട് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് മൈനസ് തീറ്റ ബൈ സൈൻ മൈനസ് തീറ്റ. ക്ലിയർ? കോട്ട് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് മൈനസ് തീറ്റ ബൈ സൈൻ മൈനസ് തീറ്റ. ഇനി നോക്കുക, മുകളിൽ കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്, കാരണം അതൊരു ഈവൻ ഫംഗ്ഷനാണ്. ഇനി ഡിനോമിനേറ്ററിൽ വരുന്ന സമയത്ത് സൈൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ ആണ്. ഇതൊരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ബൈ മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടും. അതായത് മൈനസ് കോട്ട് തീറ്റ. പിന്നെ നമുക്ക് വേണമെങ്കിൽ മൈനസ് കോട്ട് 90 - A എന്ന് എഴുതാം. കോട്ട് 90 - A എന്ന് എഴുതാം. ഇനി കോട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ ടാനിലേക്ക് പോവുക. സോ 1/tan 90 - A. ഇപ്പം അത് ഒരു സ്റ്റെപ്പ് ഞാൻ എഴുതുകയാണ്. സോ മൈനസ് 1/tan 90 - A. ഇനി ഇവിടെ മൈനസ് 1/tan നോക്കാം. tan 90 - A. ഇപ്പോൾ ഇവിടെ 1 × 90 - A ആണ് അല്ലേ. 1 ഓഡ് നമ്പറാണ്. സോ ടാൻ ആണെങ്കിൽ അതിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ മൈനസ് കോട്ട് അല്ലെങ്കിൽ പ്ലസ് കോട്ട്. ഓക്കെ. ഇനി മൈനസ് കോട്ടാണോ പ്ലസ് കോട്ടാണോ എന്ന് നമ്മൾ അതിൻ്റെ ക്വാഡ്രൻ്റ് നോക്കും. ഇവിടെ 90 - A എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ ടാനും പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ tan 90 - A ഒക്കെ നമുക്ക് എന്ത് കിട്ടും? കോട്ട് A എന്ന് കിട്ടും. ഇനി 1/കോട്ട് എന്ന് വെച്ചെങ്കിൽ എന്താ? ടാൻ ആണ് അല്ലേ. അല്ലെങ്കിൽ 1/tan എന്ന് പറയുന്നത് കോട്ടാണ്. അപ്പോൾ മൈനസ് tan A എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ നമ്മൾ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ എല്ലാം കണ്ടുപിടിച്ചു. ഇനി നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളത് LHSലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. LHS ഈക്വൽ ടു, ഇവിടെ നമുക്ക് LHSൽ കോസ് 90 + A ഉണ്ട്. കോസ് 90 + A നമ്മൾ കണ്ടുപിടിച്ചത് മൈനസ് സൈൻ A ആണ്. സോ മൈനസ് സൈൻ A. ഇനി ഇവിടെ 360 + A. 360 + A എന്ന് പറയുന്നത് CK ആണ്. സോ CK മൈനസ് സൈൻ A ഇൻറ്റു CK ഇൻറ്റു, ഇനി നമുക്കുള്ളത് tan 180 - A. tan 180 - A മൈനസ് tan A. അപ്പോൾ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മൈനസ് tan A ആണോ ഞാൻ പറഞ്ഞത്? മൈനസ് tan A. ഓക്കെ, മൈനസ് tan A. അപ്പോൾ ന്യൂമറേറ്ററൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഡിനോമിനേറ്ററിൽ പോവാം. ഡിനോമിനേറ്ററിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സീക്ക് A - 270 ആണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് CK തന്നെയാണ്. ഇറ്റ് ഈസ് CK ഇൻറ്റു, ഇനി എന്താ വേണ്ടത് ഡിനോമിനേറ്ററിൽ? ഇനി വേണ്ടത് നമുക്ക് സൈൻ 540 + A ആണ്. സൈൻ 540 + A ഈസ് മൈനസ് സൈൻ A ഇൻറ്റു മൈനസ് സൈൻ A ഇൻറ്റു, ലാസ്റ്റ് നമുക്ക് വേണ്ടത് കോട്ട് A - 90 ആണ്. കോട്ട് A - 90 അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് മൈനസ് tan A. നോക്കുക. ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. നമുക്ക് ആദ്യം ഇവിടെ മൈനസും പ്ലസ് ആയല്ലേ. ഇവിടെ ഇതും പ്ലസ് ആയി. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, +1 ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സൊക്കെ പോയി. ഇനിയിപ്പോൾ അത് പോസിറ്റീവാണ് വാല്യൂ. ഇനി സൈൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വെട്ടിക്കളയാം. CK ഇവിടെ ഉണ്ട്. അത് വെട്ടിക്കളയാം. tan A ഇവിടെ ഉണ്ട്. ഇതും വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് എല്ലാം വെട്ടിക്കളയാൻ പറ്റും. അതായത് മുകളിലത്തത് എന്താണോ അത് തന്നെയാണ് താഴെയുള്ളത്. സോ ആൻസർ ഈസ് 1. അപ്പോൾ നമ്മൾ LHS എന്താ നമുക്ക് കിട്ടിയ LHS ഈക്വൽ ടു 1. ഹെൻസ് വി പ്രൂവ്ഡ് അല്ലേ. കാരണം ഇവിടെ LHS സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1 ആണ്. RHS തന്നിട്ടുള്ളത് 1 ആണ്. അപ്പോൾ LHS ഈക്വൽ ടു RHS. ഹെൻസ് വി പ്രൂവ്ഡ്.
ദിസ് ഈസ് അവർ പ്രൂഫ്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് സൈൻ 420 ഇൻറ്റു കോസ് 390 പ്ലസ് സൈൻ -300 ഇൻറ്റു കോസ് 330 ഈക്വൽ ടു 3/2. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ടൈപ്സ് പ്രോബ്ലമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതേ ഒരു രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇതും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കാം അല്ലേ. ആദ്യം നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത് സൈൻ 420 കണ്ടുപിടിക്കണം, കോസ് 390 കണ്ടുപിടിക്കണം, സൈൻ -300 കണ്ടുപിടിക്കണം, കോസ് 330 കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3/2 ആണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സൈൻ ആൻസർ. സോ നമ്മൾ ആദ്യം സൈൻ 420 കണ്ടുപിടിക്കുന്നു. സൈൻ 420 എങ്ങനെ എഴുതാം? എന്തായാലും 360 കൂടുതലാണ്. സോ സൈൻ 420 ഈക്വൽ ടു 360 പ്ലസ് 16 എഴുതാം അല്ലേ. സൈൻ 360 പ്ലസ് 60 എന്ന് പറയുന്നത് സൈൻ 60 തന്നെ ഈക്വലാണ്. ഓക്കെ, നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തതാണ് എന്തുകൊണ്ടാണ് സൈൻ 360 പ്ലസ് 60 എന്ന് പറയുന്നത് സൈൻ 60 ആയെന്നുള്ള കാര്യം ഒന്ന് നോക്കുക. അപ്പോൾ സൈൻ 60യുടെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് √3/2. നമ്മൾ ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. സൈൻ 420 എന്ന് പറയുന്നത് √3/2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് 390 ആണ്. സോ കോസ് 390 ഈക്വൽ ടു എങ്ങനെ എഴുതാം? കോസ് 360 കൂടുതലാണ്. സോ 360 പ്ലസ് 30. 360 വന്നാൽ നമ്മളെ പരിപാടി പെട്ടെന്ന് നടക്കും. 360 അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് എഴുതാം. സോ ഇറ്റ് ഈസ് കോസ് 30. കോസ് 30യുടെ വാല്യൂ എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് വാല്യൂസ് നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സൈൻ -300 ആണ്. സൈൻ -300. അപ്പോൾ സൈൻ -θ എന്ന് പറയുന്നത് മൈനസ് സൈൻ θ ആണ്. സോ ഇറ്റ് ഈസ് മൈനസ് സൈൻ 300. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ എഴുതാം? ഒന്നുകിൽ 360 - 16 എഴുതാം അല്ലേ. സോ മൈനസ് സൈൻ 360 - 16 എഴുതാം. സോ സൈൻ 360 - 60. ഇവിടെ 360 നമുക്കെങ്ങനെ എഴുതാം? 360 എന്ന് പറയുന്നത് 4 × 19 ആണ്. അപ്പോൾ ഇതൊരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആകുന്ന സമയത്ത് സൈനിന് രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ. എന്തൊക്കെയാണ്? പ്ലസ് ഓർ മൈനസ് സൈൻ. ഇവിടെ ഓഡ് ആണെങ്കിൽ സൈനിന് രണ്ട് പോസിബിലിറ്റി എപ്പോഴും ഉള്ളൂ, ഒന്നിക്കിൽ പ്ലസ് കോസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് കോസ് തീറ്റ. ഇവിടെ ഈവൻ കേസാണ്. അപ്പോൾ നമുക്ക് ഒന്നിക്കിൽ പ്ലസ് കോസ് സൈൻ തീറ്റ അല്ലെങ്കിൽ മൈനസ് സൈൻ തീറ്റ. ഇനി 360 - 60 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രൻറ്റിൽ നോക്കാം? അതെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും, അത് 4th ക്വാഡ്രൻറ്റിലായിരിക്കും. 4th ക്വാഡ്രൻറ്റിൽ സൈൻ നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ എന്ത് കിട്ടും? ടു മൈനസ്, ഈ മൈനസ് എന്ന് പറയുന്നത് ഈ പുറത്തത്തെ മൈനസ് ആണ്. ഓക്കെ, ഇനി അകത്തെ മൈനസ് എന്ന് പറയുന്നത് മൈനസ് സൈൻ 60 ആണ്. ഓക്കെ, സോ ഈക്വൽ ടു മൈനസും മൈനസും പ്ലസ് ആകും. അപ്പോൾ അത് വിഷയമല്ല. ബാക്കി എന്താ? ബാക്കി സൈൻ 60 ആണ്. സൈൻ 60യുടെ വാല്യൂ √3/2. അഗൈൻ √3/2. ഇനി നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് കോസ് 330 ആണ്. കോസ് 330 ഈക്വൽ ടു കോസ് 360 - 30 അല്ലേ. ഇവിടെ 360 ആയതുകൊണ്ട് അത് ഈവൻ ആണ് അല്ലേ. 4 × 9 ആണ്. സോ n ഈസ് ഈവൻ. ഈവൻ ആയതുകൊണ്ട് കോസ് ആയതുകൊണ്ട് നമുക്കത് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, പ്ലസ് കോസ് ഓർ മൈനസ് കോസ്. ഓക്കെ, പിന്നെ അത് തീരുമാനിക്കുന്നത് ക്വാഡ്രൻ്റ് ആണ്. ഇപ്പോൾ 360 - 30 എന്ന് പറയുന്നത് 4th ക്വാഡ്രൻ്റ് ആണ്. 4th ക്വാഡ്രൻറ്റിൽ കോസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. 4th ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവാണ്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് കോസ് 30 ആയിരിക്കും. പ്ലസ് കോസ് 30. സോ കോസ് 30 ആണ്. കോസ് 30യുടെ വാല്യൂ അഗെയിൻ √3/2. ഇവിടെ എല്ലാത്തിൻ്റെയും വാല്യൂ നമുക്ക് √3/2 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് LHSൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ LHS ഈക്വൽ ടു അല്ലേ, നോക്കുക ഇവിടെ സൈൻ 420 ഈസ് √3/2, കോസ്
390 ഈസ് √3/2. അപ്പോൾ അത് എഴുതുകയാണ് √3/2 ഇൻറ്റു √3/2 പ്ലസ്, ഓക്കെ, ഇവിടെ പ്ലസ് ആണ് ഓപ്പറേഷൻ. സൈൻ -300 എന്ന് പറയുന്നത് √3/2, കോസ് 330 എന്ന് പറയുന്നത് അതും √3/2 ആണ്. സോ √3/2 ഇൻറ്റു √3/2 നോക്കാം എന്താ കിട്ടുക. √3/2 ഇൻറ്റു √3/2 നമ്മൾ ന്യൂമറേറ്ററിൽ √3 ഇൻറ്റു √3/2 ഇൻറ്റു 2. സോ √3 ഇൻറ്റു √3 സ്ക്വയർ. സോ ഇറ്റ് ഈസ് 3 ബൈ ഇവിടെ 2 ഇൻറ്റു 2 4 പ്ലസ് ഇവിടെ നോക്കാം √3 ഇൻറ്റു √3 അഗെയിൻ 3 ആണ് ബൈ 2 ഇൻറ്റു 2 4. സോ ഇത് സെയിം നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ അതുപോലെ എഴുതാം, ന്യൂമറേറ്റർ മാത്രം ഓപ്പറേറ്റ് ചെയ്യാം. 3 + 3 is 6. So 6/4 = 3/2. അത് തന്നെയാണ് നമുക്ക് വേണ്ട ആൻസർ. ഓക്കെ, hence we proved. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കുക. പ്രൂവ് ദാറ്റ് sin 120 into cos 330 plus cos 240 into sin 330 equal to 1. Sin 120 into cos 330 plus cos 240 into sin 330 equal to 1. ഇത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യുക. ചെയ്യാൻ പറ്റുന്നവർ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അത് നമ്മൾ ഇതിൽ വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ sin 120 കണ്ടുപിടിക്കണം, cos 330 കണ്ടുപിടിക്കണം, cos 240 കണ്ടുപിടിക്കണം, sin 330 കണ്ടുപിടിക്കണം. ഇതിൽ cos 330 നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. cos 330 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം കണ്ടുപിടിക്കണം. ഇതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ കണ്ടുപിടിച്ചാണ്, എന്നാലും ഒന്നുകൂടി കണ്ടുപിടിക്കാം. സോ ആൻസർ അല്ലേ sin 120 എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം sin 90 + 13 എഴുതാം. 90 എന്ന് പറയുന്നത് 1 × 19 ആണ്. സോ n എന്ന് പറയുന്നത് 1 ആണ്, ഓഡാണ്. അപ്പോൾ sin θ എന്നുള്ളത് sin 90 + θ എന്നുള്ളത് cos θ or minus cos θ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ cos 30 എന്ന് വരും. അപ്പോൾ ഇവിടെ ഉള്ളത് ഏത് ക്വാഡ്രൻ്റാണെന്ന് നോക്കാം അല്ലേ. 90 + 30 ആണ്. സോ അത് സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവാണ്. സോ ഇറ്റ്സ് cos 30 എന്ന് വെച്ചെങ്കിൽ √3/2. നമുക്ക് ആൻസർ എന്നാൽ √3/2. നമുക്ക് cos 330 കണ്ടുപിടിച്ചു. cos 330യുടെ വാല്യൂ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് cos 330 എന്ന് പറയുന്നത് √3/2 ആണ്. 2D എല്ലാം √3/2 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 3/2 അടുത്ത രണ്ട് വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് √3/2 തന്നെയാണ്. ഇനി cos 240 കണ്ടുപിടിക്കണം. cos 240 എങ്ങനെ എഴുതാം? cos 240 = cos 240 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രൻ്റ് നോക്കാം. അത് ഒന്നുകിൽ നമ്മളതിനെ 180 + 16 എഴുതാം അല്ലേ. 180 + 16 എഴുതാം. 180 എന്ന് പറയുന്നത് 2 × 19 ആണ്. അപ്പോൾ ഇവിടെ n ഈവൻ ആകുന്ന സമയത്ത് കോസ് ആണെങ്കിൽ കോസ് തന്നെ ആയിരിക്കും കിട്ടുക, സൈൻ ആണെങ്കിൽ സൈൻ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ കോസ് ആയതുകൊണ്ട് ± കോസിന് സാധ്യതയുണ്ട്. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഇവിടെ cos 60 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി വാല്യൂ നോക്കാം. അത് 180 + 60 എന്ന് പറയുന്നത് അത് തേർഡ് ക്വാഡ്രൻ്റാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവാണ്. ഓക്കെ, സോ -cos 60. സോ ഇറ്റ് ഈസ് cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. സോ ഇറ്റ് ഈസ് -1/2. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് sin 330 ആണ്. sin 330 = sin 360 - 13 എഴുതാം. സോ ഇവിടെ 360 എന്ന് പറയുന്നത് 4 × 19 ആണ്.
അപ്പോൾ നമുക്ക് പോസിബിൾ ആയത് പ്ലസ് ഓർ മൈനസ് സൈൻ 30 ആണ്. അപ്പോൾ ഇവിടെ ഫോർത്ത് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് അല്ലേ 360 മൈനസ് 30 എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. ഫോർത്ത് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് അവിടെ സൈൻ നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് മൈനസ് സൈൻ 30 ഈക്വൽ ടു മൈനസ് 1/2. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ച് ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുകൊണ്ട് LHS ഈക്വൽ ടു ഇതാണ് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ദറ്റ്സ് ഈക്വൽ ടു ആദ്യത്തെ വാല്യൂ സൈൻ 120 എന്ന് പറയുന്നത് √3/2 ഇൻറ്റു കോസ് 30 എന്ന് പറയുന്നത് √3/2 ഓക്കെ പ്ലസ് കോസ് 240 എന്ന് പറയുന്നത് മൈനസ് 1/2. ഓക്കെ, അതേപോലെ സൈൻ 330 എന്ന് പറയുന്നത് അതും മൈനസ് 1/2 തന്നെയാണ്. ഓക്കെ, സോ മൈനസ് 1/2 മൈനസ് 1/2 എന്ന് പറയുന്നത് പ്ലസ് 1/4 ആണ്. ഇതും നമുക്ക് കിട്ടുക √3 ഇൻറ്റു √3 3/2 × 4 മൈനസ് മൈനസും പ്ലസ് ആയി. സോ പ്ലസ് 1 × 1 1/2 × 4. അപ്പോൾ 3 + 1 is 4/4. 4/4 is 1. Hence our answer. അപ്പോൾ ഇങ്ങനെ നമുക്കിത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.